അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൽ 16ാമത്തെ ക്വസ്റ്റ്യൻ ആണ് ഡിസ്കസ് ചെയ്യുന്നത്. കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ അസസ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ടൊരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നോക്കുക, ഹെഡിങ് കൊടുക്കുക, കമ്പ്യൂട്ടേഷൻ ഓഫ് ടോട്ടൽ ഇൻകം ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റി. ആദ്യം നോക്കുക, ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി ഉണ്ട്, ഇൻകം ഫ്രം ബുക്ക് ഷോപ്പ് ഉണ്ട്, ഇൻട്രസ്റ്റ് ഓൺ സെക്യൂരിറ്റി ഉണ്ട്, ഡിവിഡൻഡ് ഓൺ ഷെയർസ് ഓഫ് അനദർ കോപ്പറേറ്റീവ് സൊസൈറ്റി ഉണ്ട്. അപ്പോൾ ആദ്യം തന്നെ എന്താണ് ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി എന്നുള്ള ഹെഡ്, ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി 10,000 രൂപ കാണിക്കുക. ദെൻ ഇൻകം ഫ്രം ബുക്ക് ഷോപ്പ് എന്ന് പറയുന്നത് അവരുടെ ബിസിനസ്സാണ്. അപ്പോൾ അത് ബിസിനസ് എന്നുള്ള ഹെഡിലാണ് ഇൻകം ഫ്രം ബുക്ക് ഷോപ്പ് വരേണ്ടത്. ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി ഡയറക്റ്റ് തന്നിട്ടുണ്ട് 10,000 രൂപയാണ്. ദെൻ ഇൻകം ഫ്രം ബിസിനസ് എന്ന് എഴുതിയിട്ട് അതിൽ ഇൻകം ഫ്രം ബുക്ക് ഷോപ്പ് 16,000 രൂപ കാണിക്കുക. ഇൻകം ഫ്രം ബിസിനസ് എന്ന് എഴുതാം, ഫ്രം ബുക്ക് ഷോപ്പ് 16,000 രൂപ. ദെൻ ഇൻട്രസ്റ്റ് ഓൺ സെക്യൂരിറ്റീസ്, അതേപോലെ ഡിവിഡൻഡ് ഓൺ ഷെയർസ് ഓഫ് അനദർ കോപ്പറേറ്റീവ് സൊസൈറ്റി എന്ന് പറയുന്നത് ഇൻകം ഫ്രം അതർ സോഴ്സിൽ വരുന്ന രണ്ട് ഐറ്റംസ് ആണ്. ഇൻട്രസ്റ്റ് ഓൺ സെക്യൂരിറ്റീസ് അതർ സോഴ്സ് ആണ്, ഡിവിഡൻഡ് ഓൺ ഷെയർസ് ഓഫ് അനദർ കോപ്പറേറ്റീവ് സൊസൈറ്റിയും അതർ സോഴ്സിൽ വരുന്നതാണ്. ഈ ഡിവിഡൻഡ് ഓൺ ഷെയർസ് ഓഫ് അനദർ കോപ്പറേറ്റീവ് സൊസൈറ്റിക്ക് ATPയിൽ ഡിഡക്ഷനും ഉണ്ട്. ഓക്കെ, അപ്പോൾ തേർഡ് ഹെഡ് ഇൻകം ഫ്രം അതർ സോഴ്സ്. ഇൻകം ഫ്രം അതർ സോഴ്സ്, അതിൽ ഇൻട്രസ്റ്റ് ഓൺ സെക്യൂരിറ്റീസ് 16,000 പ്ലസ് ഡിവിഡൻഡ് ഓൺ ഷെയർസ് ഓഫ് അനദർ കോപ്പറേറ്റീവ് സൊസൈറ്റി 26,000. ഡിവിഡൻഡ് 26,000 രൂപ കാണിക്കുക. അപ്പോൾ ഇൻട്രസ്റ്റ് ഓൺ സെക്യൂരിറ്റീസും ഡിവിഡൻറ്റും ആഡ് ചെയ്തിട്ട് 16,000 26,000 ആഡ് ചെയ്തിട്ട് 42,000 രൂപയാണ് നമ്മൾ ഔട്ടറിൽ കാണിക്കേണ്ടത്. 42,000 റുപ്പീസ് ഔട്ടർ കോളത്തിൽ കാണിക്കാം. അപ്പോൾ ഇത് മൂന്നും ആഡ് ചെയ്ത് നമ്മുടെ ഹെഡ്സൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഇത് മൂന്നും ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്നത് ഗ്രോസ് ടോട്ടൽ ഇൻകം ആണ്. 10,000 16,000 42,000 ആഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്നത് 68,000 ആണ്. 68,000 ആണ് ഗ്രോസ് ടോട്ടൽ ഇൻകം. ഇതിൽ നിന്ന് എന്ത് കുറക്കണം? ലെസ് ഡിഡക്ഷൻ അണ്ടർ സെക്ഷൻ ATP കുറക്കണം. ATP പ്രകാരം നമുക്കറിയാം, ഇതിൽ ഒന്ന് ഇവർ നടത്തുന്ന ബിസിനസ്സിനാണ്, അതേപോലെ ഡിവിഡൻഡ് ഫ്രം അനദർ കോപ്പറേറ്റീവ് സൊസൈറ്റിക്ക് ഫുൾ എമൗണ്ട് ഡിഡക്ഷൻ ഉണ്ട്. അത് എത്രയാണ് വരുന്നത്? 26,000 രൂപയാണത് വരുന്നത്. ഡിവിഡൻഡ് ഓൺ ഷെയർസ് ഇൻ അനദർ കോപ്പറേറ്റീവ് സൊസൈറ്റി 26,000 രൂപയാണ് വരിക. അപ്പോൾ 26,000 എമൗണ്ട് കാണിക്കുക. ഡിവിഡൻഡ് ഓൺ അനദർ കോപ്പറേറ്റീവ് സൊസൈറ്റി 26,000. ഇനി മറ്റൊന്നും തരാത്തത് കൊണ്ട് അതർ ബിസിനസ്സിന് 50,000 രൂപയാണ് നമുക്ക് ഡിഡക്റ്റ് ചെയ്യേണ്ടത്. പക്ഷെ ഇവിടെ ആകെ 68,000 രൂപ മാത്രമേ ഗ്രോസ് ടോട്ടൽ ഇൻകം ഉള്ളൂ. അതുകൊണ്ട് നമുക്ക് 50,000 എന്ത് ചെയ്യാൻ പറ്റില്ല, കുറക്കാൻ വേണ്ടി പറ്റില്ല. അങ്ങനെ ആകുമ്പോൾ എന്താണ് ടോട്ടൽ ഇൻകം നെഗറ്റീവ് ഫിഗറിലോട്ട് പോകും. അപ്പോൾ മാക്സിമം നമുക്ക് അതർ ബിസിനസ് എന്ന് പറഞ്ഞാൽ 42,000 രൂപ മാത്രമേ നമുക്ക് കുറക്കാൻ പറ്റൂ. അതായത് ഡിവിഡൻഡ് ഓൺ അനദർ കോപ്പറേറ്റീവ് സൊസൈറ്റി 26,000 രൂപ കുറച്ച ഗ്രോസ് ടോട്ടൽ ഇൻകത്തിൽ നിന്ന് കുറച്ചാൽ തന്നെ നമുക്ക് ബാക്കി 42,000 ഇൻകം ഉള്ളൂ, അവിടെ ഗ്രോസ് ടോട്ടൽ ഇൻകം ഉള്ളൂ പിന്നെ അവിടെ. അപ്പോൾ ഈ 42,000-ൽ നിന്ന് നമുക്ക് മാക്സിമം നമുക്ക് 50,000 വരെ കിട്ടും. അപ്പോൾ 42,000 ഇൻകം ഉള്ളെങ്കിൽ 42,000 എന്ത് ചെയ്യുക, കുറക്കുക. ഇനി ഇതല്ലാത്ത കേസിൽ നമുക്ക് അതർ ബിസിനസ് എന്ന് പറഞ്ഞാൽ 50,000, അതായത് 68,000-ന് മേലെ ഇൻകം ഉണ്ടെങ്കിൽ, ഫോർ എക്സാമ്പിൾ 78,000 ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് 50,000 തന്നെ അവിടെ കുറക്കാം. ഇവിടെ ഇൻകം ഇല്ലാത്തത് കൊണ്ടാണ് ഇവിടെ 42,000, അതായത് 68,000-ൽ നിന്ന് 26,000 കുറച്ച് ബാക്കി 42,000 അവിടെ